അവിടെ ഒരു പാമ്പ് ഇഴഞ്ഞു പോവുകയാണ്. അത് പോകുന്ന വഴിയിലൊരു വാളുണ്ടായിരുന്നു. ആ വാളിൻ്റെ മുകളിലേക്ക് അത് കയറുന്ന സമയത്ത് അതിന് വേദനിച്ചപ്പോൾ അതിന് ദേഷ്യം അടക്കാൻ കഴിയാതെ ആ വാളിൽ അത് തിരിച്ച് കടിച്ചപ്പോൾ പാമ്പിന് കൂടുതലായി വേദനിച്ചപ്പോൾ നിന്നെ ഞാൻ തകർത്ത് കളയുമെന്ന മനോഭാവത്തോടെ ആ വാളിനോട് വളരെ ദേഷ്യത്തോടെ ഇടപെട്ടു. ആ വാളിനെ ആ പാമ്പ് ചുറ്റി വരഞ്ഞു. അതിനെ നശിപ്പിക്കാൻ അതിൻ്റെ മുഴുവൻ ക്രോധവും ആ വാളിനോട് കാണിച്ചു. ദേഷ്യത്തോടെ ഓരോ പ്രാവശ്യവും ആ വാളിനെ ചുറ്റി വരിയുമ്പോഴും ഇതറിയുന്നില്ല, ഇതിൻ്റെ അകത്തേക്ക് ആ വാള് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ ദേഷ്യത്തിൽ ആ വാള് തൻ്റെ അകത്തിറങ്ങി ഈ പാമ്പ് ചത്തുപോയി. പാമ്പ് ചത്തതിന് കാരണം വാളാണോ ദേഷ്യമാണോ? ആ ദേഷ്യത്തിന് കൊടുത്ത അമിത പ്രാധാന്യമാണ്. ദേഷ്യം എന്നത് സ്വാഭാവികമായ മനുഷ്യൻ്റെ ഒരു വികാരമാണ്. പക്ഷേ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എത്ര അളവിൽ നമ്മളത് പ്രകടിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിതുപോലെ ദേഷ്യത്തിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വലിയ മുറിവുകൾ ഉണ്ടാക്കും. ഇത് നമ്മുടെ കരിയറിനെ തന്നെ, നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിച്ചേക്കാം. ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ നമ്മൾ എങ്ങനെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ ആങ്കറിനെ, അഗ്രഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.